അപ്പൊ കേരള ക്രിസ്ത്യാനികൾ ഒബ്സസ്ഡ് വിത്ത് സെയിന്റ് തോമസ്. അപ്പൊ ഇത് സെയിന്റ് തോമസ് ഒബ്സഷൻ എന്ന സത്യത്തിൽ നമ്മൾ ഈ വീഡിയോയ്ക്ക് ടൈറ്റിൽ കൊടുക്കുന്നത് അതാ കൊടുക്കണ്ടേ, സെയിന്റ് തോമസ് ഒബ്സഷൻ ഓഫ് കേരള ക്രിസ്ത്യൻസ്. ഇതിനെപ്പറ്റി വസ്തുതാപരമായിട്ട് മനസ്സിലാക്കാനാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു ലൈവ് ചെയ്തു. കുറെ മാർത്തോമ ക്രിസ്ത്യാനികൾ വന്നിട്ട് എന്നെ ചീത്ത വിളിക്കുകയും ചെയ്തു. ഇപ്പൊ കേരളത്തിൽ മാർത്തോമ ശ്ലീഹ വന്ന് പള്ളികൾ വെച്ചു എന്നുള്ള വാദം ഈ പൊതുസമൂഹത്തിൽ പലപ്പോഴും പരിഹാസ്യമായി പോവുകയാണ്. നമ്മുടെ ഇടങ്ങളിൽ മാത്രമല്ല, പലപ്പോഴും നമ്മൾ ഈ വള്ളമായിട്ട് പുറത്തോട്ട് ഇറങ്ങും. ഇപ്പൊ കേരളത്തിലെ പൊതുസമൂഹം പണ്ടേ പുച്ഛിച്ചു തള്ളിയതും അവജ്ഞയോടെ അവഗണിച്ചതും ആയ ഒരു വാദമാണ് കേരളത്തിൽ തോമാസ് ലീഗ വന്നു, 7.5 പള്ളി വെച്ചു, 4 ബ്രാഹ്മണ ഇല്ലങ്ങളിലുള്ളവരെല്ലാം കൊച്ചുപിച്ച് നമ്പൂരി അന്തർജനം അടക്കം മുക്കിപ്പൊക്കി എടുത്ത് ക്രിസ്ത്യാനിയാക്കി. കള്ളി കാളിയാങ്കൽ പകലോമറ്റ ശങ്കരപുരി എന്നിങ്ങനെ 4 കുടുംബങ്ങൾ വന്നു. ഈ കള്ളി കാളിയാങ്കൽ പകലോമറ്റ ശങ്കരപുരി എന്ന ക്രിസ്തീയ കുടുംബങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് നേരാണ്, വസ്തുതാപരമാണ്. പക്ഷേ അവരുടെ പൂർവികതയെ അങ്ങ് AD 52 കൊണ്ടുപോയി തോമസ് ലീഗായി കൂട്ടിക്കെട്ടിയതാണ് കാണിച്ച അവസ്ഥ. ഇപ്പോൾ ഉള്ള ചരിത്രപരമായ സാധുത കൂടെ ഇല്ലാതാകുന്ന സ്ഥിതിയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് നിരന്തരമായി കേരള ക്രൈസ്തവർ അവഹേളനത്തിന് പാത്രമാകുന്നത്? അതുകൊണ്ടാണ് ഞാൻ ഈ മാർത്തോമാസ് ലീഗ ഏറിപ്പോയിരിക്കുന്നു. ലിറ്ററലി മാർത്തോമാസ് ലീഗ എയറിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതല്ല നമ്മുടെ ഇപ്പോഴത്തെ ലാംഗ്വേജ്, മാർത്തോമാസ് ലീഗ ഏറിപ്പോയി എന്ന് പറയും. അപ്പൊ എന്തുകൊണ്ടാണ് കേരള ക്രൈസ്തവർ ഈ ദുശാഠ്യം തുടങ്ങുന്നത്? അതാണ് ഒബ്സഷൻ എന്ന് ഞാൻ പറഞ്ഞത്. ഇതേപ്പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇന്ത്യ എന്ന പഴയ കാലത്ത് അവർ വിശേഷിപ്പിച്ചിരുന്നത് ഈ പേർഷ്യൻ, ഈ അറേബ്യൻ രാജ്യങ്ങൾ, അറേബ്യൻ ഗൾഫ്, ആ പ്രദേശങ്ങളെ കൂടെ ചേർത്താണ് ഇന്ത്യ എന്ന വിശാലമായ ഒരു സംജ്ഞ നൽകിയിരുന്നത്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് പോലെ ഇന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയോ അല്ലെങ്കിൽ ഇന്നത്തെ മോഡേൺ പൊളിറ്റിക്കൽ ഇന്ത്യയോ ഈ ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസോ ഒന്നും അല്ല അവർ ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ അവർ ഉദ്ദേശിച്ചിരുന്നത്. അവർ ഇന്ത്യ എന്ന് പറഞ്ഞത് വിശാലമായ ഇന്ത്യയെയാണ്. ഇന്നത്തെ നമ്മുടെ കാഴ്ചപ്പാടിലുള്ള ജിയോഗ്രഫിക്കൽ ഇന്ത്യ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇന്ത്യ, ഈ കണ്ടംപററി പൊളിറ്റിക്കൽ ഇന്ത്യ അല്ലെങ്കിൽ ഈ സമകാലിക രാഷ്ട്രീയ ഭാരതത്തെ സംബന്ധിച്ച് അവര് പറയുന്ന മേജർ ഇന്ത്യ മേജർ ആണ്. പൊതുവായിട്ട് ഈ ഇന്ത്യ മേജറിന് പുറത്തുള്ള പ്രദേശങ്ങളെ ഇന്ത്യ മൈനർ എന്നാണ് പരിഗണിക്കുന്നത്. അപ്പൊ ഈ ഇന്ത്യ മൈനറിൽ വരുന്ന പ്രദേശങ്ങൾ ആണ് ഇപ്പോൾ ഇന്നത്തെ ദുബായും ബഹ്റിനും കുവൈറ്റും എല്ലാം ചേർന്ന ഈ പ്രദേശങ്ങളൊക്കെ ഇന്ത്യ മൈനറിൽ വരും. അതുകൊണ്ട് ഇന്ത്യ എന്ന വിശാലമായ ഒരു സംജ്ഞ പുരാതന രേഖകളിൽ പരാമർശിക്കപ്പെടുമ്പോൾ അത് ഇന്ത്യ മേജറിനെയും ഇന്ത്യ മൈനറിനെയും ഉൾക്കൊണ്ട് ഒരു വിശാലമായ ഇന്ത്യ എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായി ഈ കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പൊ തോമാ പാരമ്പര്യം എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് വന്നത്? ഈ തോമാ പാരമ്പര്യം വന്നതിന്റെ പ്രധാന കാരണം സിറിയൻ കുടിയേറ്റമാണ്. സുറിയാനി സഭയുടെ ഒരു പ്രധാനപ്പെട്ട വിശുദ്ധനും പിതാവുമാണ് അപ്പോസ്തലനായ തോമസ്. എഡേസൻ ക്രിസ്ത്യാനികളുടെ ഇടയിൽ, എഡേസ എന്ന് പറയുന്ന തുർക്കി നഗരത്തില് വളരെ വലിയ ഒരു സ്വാധീനവും അനുയായ വൃന്ദങ്ങളും ഒക്കെയുള്ള ഒരു അപ്പോസ്തലനായിരുന്നു തോമസ്. ഈ തോമാ പാരമ്പര്യത്തെ അവിടെയുള്ള ക്രിസ്ത്യാനികൾ വളരെ വിലമതിച്ചിരുന്നു. ഭാരതത്തിന്റെ പിതാവായിട്ട് അല്ലെങ്കിൽ കാവൽ പിതാവായിട്ടൊക്കെ പിൽക്കാലത്ത് സുറിയാനി സഭ തോമാസ് ലീഹായെ പറ്റി പറയുമ്പോഴും വിശാലമായ ഭാരതഭൂമി എന്ന ഒരു അർത്ഥത്തിലാണ് അതിനെപ്പറ്റി, അല്ലാതെ ഇന്നത്തെ രൂപത്തിൽ ഈ കേരളത്തിൽ വന്നു എന്നുള്ള അർത്ഥത്തിലല്ല. പിൽക്കാലത്ത് മലങ്കരയിൽ അല്ലെങ്കിൽ ഇന്നത്തെ കേരളത്തിൽ ഉണ്ടായ സുറിയാനി കുടിയേറ്റത്തെ പറ്റി പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ആദ്യം പറയുന്ന ക്നാനായ കുടിയേറ്റമാണ്. ഈ ക്നാനായ കുടിയേറ്റം AD 345 സംഭവിച്ചു എന്നാണ് പറയുന്നത്. അതിന് പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല. 345
ക്നാനായ കുടിയേറ്റം സംഭവിച്ചു എന്നുള്ള വർഷം. അത് ക്നാനായ പുരാതന പാട്ടുകളില് ശോഭന കല്ല് സ്ഥാപിച്ചു എന്ന് ഒരു പാട്ടുണ്ട്. അതുകൊണ്ട് ഈ ശോഭന കല്ല് എന്ന് പറയുമ്പോൾ ഈ ശോഭന എന്നതിനെ കടപയാതി അക്കം എടുത്തിട്ട് കണക്ക് കൂട്ടുന്നതാണ്. ഈ കടപയാതി എന്ന് ഒരു സംഖ്യാക്രമമുണ്ട്. അതായത് പഴയ നമ്മളിപ്പോ ഈ ഗ്രീക്ക് റോമൻ ലെറ്റേഴ്സിനൊക്കെ ചില അക്ഷരങ്ങൾക്ക് സംഖ്യാപരമായ ഒരു മൂല്യമുണ്ട്. അപ്പൊ അങ്ങനെ സംഖ്യാപരമായ മൂല്യം കണക്കാക്കുമ്പോഴാണ് നമ്മൾ സീസർ നീറോയുടെ പേരിന്റെ സംഖ്യ കണക്ക് കൂട്ടുമ്പോൾ 666 കിട്ടുന്നു. അപ്പൊ സംഖ്യാമൂല്യം കണക്കാക്കുന്ന രീതിയിൽ അതുപോലെ കേരളത്തിൽ ഇരുന്ന ഒരു സമ്പ്രദായമാണ് കടപയാതി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ചില നമ്പറുകളെ അവയുടെ അക്ഷരങ്ങളുടെ സംഖ്യാമൂലം വെച്ച് അതിനെ സൂചിപ്പിക്കുന്ന വിധത്തിൽ അതൊരു കോഡ് ഭാഷയാണ്. ചില വാക്കുകൾ എഴുതി വിടുമ്പോൾ ആ വാക്കുകളിൽ നിന്ന് ചില സംഖ്യകളെയൊക്കെ ഡെഡ്യൂസ് ചെയ്തെടുക്കാൻ തക്ക രീതിയിൽ ഒരു കോഡ് ഭാഷ പഴയ കാലത്ത് നിലവിലിരുന്നു. അതിനെയാണ് ഈ കടപയാതി സമ്പ്രദായം എന്ന് പറയുന്നത്. ഈ കടപയാതി സമ്പ്രദായം അനുസരിച്ച് മൂല്യം കണക്കാക്കുമ്പോഴാണ് ഈ ശോഭനയുടെ മൂല്യം 345 എന്ന് വരുന്നത്. ശോഭനയുടെ മൂല്യം കടപയാതി വെച്ച് കണക്ക് കൂട്ടുമ്പോൾ 345 വരില്ല. കാരണം ഈ ഓരോ അക്ഷര ഗ്രൂപ്പുകൾക്കുള്ള വാല്യൂ ഉണ്ട്. ശോഭാന എന്ന് വരുമ്പോൾ ഷോ എന്ന് വരുന്നതിന് 5ഉം ഭ എന്ന് വരുന്നതിന് 4ഉം ന എന്ന് വരുന്നതിന് 0മാണ് വരുന്നത്. അപ്പൊ സത്യത്തിൽ 540 എന്നാണ് വരുന്നത്. അപ്പൊ അത് ഈ 0നെ 3 ആക്കിയിട്ട് 543 വരുന്നത്. അതുപോലെ ഈ സംഖ്യകൾ തിരിച്ചിടണമെന്നുണ്ട്. അപ്പൊ 543 ശോഭനയ്ക്ക് വാല്യൂ ഇട്ടിട്ട് അതിനെ റിവേഴ്സ് ചെയ്യുമ്പോൾ 345 വന്നു. അതുകൊണ്ട് AD 345 വന്നു എന്ന് പറയുന്നത്. അതിന് മറ്റ് അങ്ങനെ ആധാരമായ തെളിവൊന്നുമില്ല. ഏതായാലും ക്നായിത്തോമൻ വന്നു, അല്ലെങ്കിൽ ക്നായിത്തോമന്റെ കൂടെ ഒരു സംഘം ആളുകൾ ഇവിടേക്ക് കുടിയേറി, ചില പാരമ്പര്യങ്ങൾ രൂപപ്പെട്ടു എന്നുള്ളത് നമുക്ക് മറ്റു സംഗതിയാണ്. പക്ഷെ അതിന്റെ വർഷത്തെയൊക്കെ സംബന്ധിച്ചാണ് ഈ തർക്കങ്ങളും ചോദ്യങ്ങളും വരും. അപ്പൊ ഈ ക്നായിത്തോമൻ വന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. അതായത് തോമ എന്നു പേരുള്ള ഒരു ക്രൈസ്തവ നേതാവ് കുറെ അനുയായികളുമായി കേരളത്തിലേക്ക് കുടിയേറി. എന്നാൽ അതിനു മുമ്പ് കേരളത്തിൽ ക്രൈസ്തവരുണ്ടായിരുന്നു. കാരണം ഭാരതത്തിന്റെ തെക്കേ തീരത്ത് AD 190 സന്ദർശിച്ച ഗ്രീക്ക് സഞ്ചാരിയായ പാന്തേനോസ് മത്തായി ശ്ലീഹായുടെ സുവിശേഷം സുറിയാനി ഭാഷയിൽ അവിടെ കണ്ടതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പാന്തേനോസ് ഇങ്ങനെ കണ്ടതായി രേഖപ്പെടുത്തിയത് വായിച്ചറിഞ്ഞ യൂസേബിയോസ്, സഭാചരിത്രകാരനായ യൂസേബിയോസ്, അദ്ദേഹം 4ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നാണ്. നിക്കാ സുനോദോസിൽ പങ്കെടുത്ത ഒരു ബിഷപ്പാണ് യൂസേബിയോസ്. പക്ഷേ അദ്ദേഹം അറിയൂസിന്റെ പക്ഷത്തായിരുന്നു. ഈ നിക്കാ സുനോദോസിൽ 2 പക്ഷം ഉണ്ടായിരുന്നു. അഥനസിന്റെ പക്ഷവും അറിയൂസിന്റെ പക്ഷവും ഉണ്ടായിരുന്നു. അതിൽ അറിയൂസ് പക്ഷത്ത് വോട്ട് ചെയ്ത ആളാണ് യൂസേബിയോസ്. പക്ഷെ വളരെ എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹമാണ് സഭയുടെ ചരിത്രം എഴുതിയത്. എക്ലീഷ്യാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് യൂസേബിയോസ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ. കാരണം ഇറ്റ്സ് വെരി ഓൾഡ് ബുക്ക്. 100 വർഷമൊക്കെ കഴിയുന്ന ബുക്കുകൾക്ക് യാതൊരുവിധ കോപ്പിറൈറ്റും ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അത് യാതൊരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വായിക്കാം. അപ്പൊ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇതാണ്. ഇതേപ്പറ്റി ഞാൻ പറഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് കമന്റ് എഴുതി, അന്ന് ഇംഗ്ലീഷിൽ ആരും എഴുതത്തില്ല, പിന്നെ എങ്ങനെയാ ഇത് 4ാം നൂറ്റാണ്ടിന്റെ പുസ്തകം, 4ാം നൂറ്റാണ്ടിൽ യൂസേബിയോസ് എഴുതിയ പുസ്തകം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തതാണ് നിങ്ങൾ ഈ സ്ക്രീനെ കാണുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള മണ്ടൻ സംശയങ്ങളൊക്കെ ആയിട്ടാണ് ചില ആളുകൾ നടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് സ്ക്രീനെ കാണാം. ഇതാണ് അദ്ദേഹം വന്നത്. നോക്കൂ. Christ the gospel according to Matthew had preceded this is coming. അപ്പൊ ഇതാണ്. One of these was Pantaenus, and it is said that he went to the Indians, and the tradition is that he found there that among some of those who had known Christ, the gospel according to Matthew had preceded his coming. For Bartholomew, one of the apostles, had preached to them and had left them the writing of Matthew in Hebrew letters, which was preserved until the time mentioned. അപ്പോ എബ്രായ അക്ഷരങ്ങളിലുള്ള എന്ന് പറഞ്ഞാൽ സുറിയാനിയാണ്. കാരണം സുറിയാനി ഭാഷയുടെ സ്ക്രിപ്റ്റാണ് എബ്രായ ഭാഷ കടമെടുത്തത്. അതുകൊണ്ട് ചില ആളുള്ളത് എബ്രായ ബൈബിൾ അല്ല, സുറിയാനി ബൈബിൾ. സുറിയാനി ഭാഷയിൽ എഴുതപ്പെട്ട മത്തായി ശ്ലീഹായുടെ സുവിശേഷം 190 കണ്ടു എന്നാണ് പറയുന്നത്. അത് കേരളത്തിൽ കിട്ടിയത് യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ ബർത്തോലോമായിൽ നിന്നാണെന്നും ബർത്തോലോമായി ഇവിടെ സുവിശേഷം പ്രസംഗിച്ചുവെന്നും മശിഹായിൽ ഇവിടെ കുറെ ആളുകളെ ജനിപ്പിച്ചത് ബർത്തോലോമായി ശ്ലീഹയാണ് എന്നും യൂസേബിയോസ് രേഖപ്പെടുത്തിയിരിക്കുക. ഇങ്ങനെ വടിവത്ത ഭാഷയിൽ നല്ലൊരു തെളിവ് ഇവിടെ വന്ന് തോമാസ് ശ്ലീഹ ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയൊന്നുമില്ല. ഇതൊക്കെ ഈ കെട്ടിച്ചമച്ചിട്ടുള്ള കഥകളാണ്. അതിന്റെ കാരണം കേരളത്തിൽ ബർത്തലോമിയൻ ക്രിസ്ത്യൻസ് ശരിയായ ദിശാബോധമില്ലാതെയും കൃത്യമായ ഒരു നേതൃത്വമില്ലാതെയും കഴിഞ്ഞുകൂടുന്ന കാലത്താണ് വളരെ പ്രബലരായ രാഷ്ട്രീയ അധികാരം പോലും കൈയാളാൻ തക്കവണ്ണം ധനികരായ വിദ്യാസമ്പന്നരായ വർത്തകരായ
ഈ തോമായുടെ നേതൃത്വത്തിലുള്ള സംഘം വരുന്നത്. സ്വാഭാവികമായും കേരള ക്രൈസ്തവരുടെ നേതൃത്വം അവർക്ക് കിട്ടി. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, പൂർവികമായി ഇവിടെ ക്രിസ്തീയ സമൂഹം ഉണ്ടായിരുന്നു. അവർ ചിഹ്നവരും ചിതറിയവരും ദുർബലരും ബലഹീനരും ദിശാബോധമില്ലാത്തവരുമായ ഒരു ക്രൈസ്തവ സമൂഹം. പക്ഷെ അവര് മശിഹായിൽ ജനിപ്പിച്ചത് ബർത്തലോമായി സ്ലീഹയാണ്. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ ബർത്തലോമായിയാണ് അവരെ മശിഹായിൽ ജനിപ്പിച്ചത്. വളരെ വ്യക്തമായിട്ട് യൂസേബിയോസിന്റെ സഭാചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ബർത്തലോമായി സ്ലീഹായാൽ മശിഹായിൽ ജനിപ്പിക്കപ്പെട്ട ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്ക് ക്നാനായ കുടിയേറ്റം വരുമ്പോൾ ക്നാനായക്കാര് തോമാ ക്രിസ്ത്യാനികളാണ്. കാരണം അവർ വരുന്ന എഡേസയിൽ നിന്നാണ്. എഡേസയിലാണ് വലിയ തോമാ പാരമ്പര്യമുള്ളത്. തോമസിന്റെ പേരിലുള്ള വലിയ പള്ളിയും തോമാസ് ലീഹായുടെ കബറിടവും എഡേസയിലാണുള്ളത്. അപ്പൊ അത്ര വലിയൊരു പാരമ്പര്യത്തിൽ നിന്നാണ് അവര് വരുന്നത്. AD 232 തോമാസ് ലീഹായുടെ ഭൗതിക തിരിശേഷിപ്പുകൾ എഡേസയിലേക്ക് കൊണ്ടുപോയി. എഡേസയിലെ ആ ഭൗതിക തിരിശേഷിപ്പുകൾ ചെന്ന സമയത്ത് എഡേസയിൽ വലിയ ഉത്സവ പ്രതീതി ആയിരുന്നു എന്ന് മാർ അപ്രേം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാർ അപ്രേം എഡേസയിൽ നിന്നുള്ള ഏറ്റവും പ്രമുഖനായ ഒരു ക്രിസ്ത്യാനിയാണ്. അദ്ദേഹം കവിയായിരുന്നു. സുറിയാനിക്കാരുടെ സൂര്യൻ എന്നും പരിശുദ്ധാത്മാവിന്റെ കിന്നരം എന്നും ഒക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന മാർ അപ്രേം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതേപ്പറ്റി. AD 232 ഇത് സംഭവിക്കുന്നത്. AD 232 ഈ തോമാസ് ലീഹായുടെ തിരിശേഷിപ്പുകൾ എഡേസ പട്ടണത്തിൽ ചെന്നതിന് ശേഷം ഈ എഡേസ പട്ടണത്തിൽ ഈ തോമാസ് ലീഹായുടെ തിരിശേഷിപ്പുകളെ സൂക്ഷിക്കേണ്ടതിന് വേണ്ടി വലിയൊരു പള്ളി പണിയേണ്ട ആവശ്യകതയെ പറ്റി അവിടെയുള്ളവർക്ക് വലിയ ബോധമുണ്ടാവുകയും അവരൊരു വലിയ പള്ളി ഈ തിരിശേഷിപ്പുകൾ സൂക്ഷിക്കാൻ വേണ്ടി തന്നെ പണിയുകയും ഈ തിരിശേഷിപ്പുകൾ പിന്നീട് അവിടേക്ക് മാറ്റി സ്ഥാപിക്കുകയും അവിടെ വലിയ പെരുന്നാൾ ആഘോഷിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അത്രമാത്രം ഒരു തോമാ പാരമ്പര്യമുള്ള, അല്ലെങ്കിൽ തോമാസ് ലീഹായുടെ നാമത്തിൽ അതിന്റെ അഭിധാനത്തിൽ അഭിമാനിക്കുന്ന, അതിൽ അഭിരമിക്കുന്ന ഒരു ക്രൈസ്തവ സമൂഹമാണ് ഈ കേരളത്തിലേക്ക് വന്നത്. അപ്പൊ ഇവിടെയുള്ള ബർത്തലോമായിയൻ ക്രിസ്ത്യൻസ് അങ്ങനെ ബർത്തലോമായി ആഘോഷിക്കുകയോ സെലിബ്രേറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. സ്വാഭാവികമായിട്ടും തോമാ പാരമ്പര്യമുള്ള ക്രിസ്ത്യാനികൾ കേരളത്തിൽ വരികയും അവരുടെ തോമാ പാരമ്പര്യത്തെ പറ്റി പുകഴ്ത്തുവാനും തുടങ്ങി. പിന്നീട് ഈ കനായി തോമ, അതും തോമസ് എന്നാണ് പേര്. അപ്പൊ ഈ ഒരേ പേര് രണ്ടു പേർക്ക് വന്നു കഴിയുമ്പോൾ കാലത്തിന്റെ നീക്കത്തിൽ ആ തോമ തന്നെയാണോ ഈ തോമ എന്ന വിധത്തിൽ, അത് ലോകത്തെ ചരിത്രത്തിൽ പലപ്പോഴും നമുക്ക് ഈ ഇങ്ങനെയുള്ള മാറ്റങ്ങളെ കാണാൻ പറ്റും. ഈ ഐഡന്റിറ്റി മാറിപ്പോകുന്ന ഒരു കാഴ്ച പല സന്ദർഭങ്ങളിലും വായിക്കാൻ പറ്റും. അപ്പൊ ഇതുകൊണ്ട് ഈ തോമ എന്ന് പറയുന്നത്, ഉദാഹരണം പറഞ്ഞാൽ മുളന്തുരുത്തി പള്ളി ഇന്ന് അത് ക്നായി തോമായുടെ പള്ളിയായിരുന്നു. മുളന്തുരുത്തി പള്ളി തോമായുടെ പള്ളി. പക്ഷെ പിന്നീട് പിൽക്കാലത്ത് ഈ തോമായുടെ പള്ളി എന്തായി മാറി? സെയിന്റ് തോമസ് ചർച്ച് എന്ന് പേര് മാറി. ഇന്ന് മുളന്തുരുത്തി പള്ളി അത് യാക്കോബക്കാരുടേതായിരുന്നു ഒറിജിനൽ പള്ളി. അത് മെത്രാൻ കക്ഷികൾ അല്ലെങ്കിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് അറ്റ് കഞ്ഞിക്കുഴി അവര് അത് പിടിച്ചെടുത്തു. അപ്പം ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചുകാർ അതിനു മുമ്പ് അവിടെ പാരലായിട്ടൊരു പള്ളി വെച്ചു. ഇപ്പൊ യാക്കോബക്കാർക്ക് അവരുടെ പള്ളി നഷ്ടപ്പെട്ടുകൊണ്ട് അവരൊരു പള്ളി വെച്ചു. അപ്പൊ അവിടെ സെന്റ് തോമസ് ചർച്ച് മുളന്തുരുത്തി എന്ന് പറഞ്ഞാൽ ഇതിനകത്തെല്ലാം തന്നെ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലൻ തോമാസ് ലീഹായുടെ പള്ളിയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ഒറിജിനൽ മുളന്തുരുത്തി പള്ളി അത് ക്നായി തോമായുടേതായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ അന്നത്തെ ഒരു വർത്തക കേന്ദ്രമായിരുന്നു മൈലാപ്പൂര് ഒരു കച്ചവടക്കാരുടെ ഒരു സെന്റർ ആയിരുന്നു. അപ്പൊ അപ്രകാരമുള്ള ഒരു കച്ചവട പ്രമുഖനായിരുന്നു, വർത്തക പ്രമാണിയായിരുന്നു ക്നായി തോമ. കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടി മൈലാപ്പൂരിൽ പോയ ക്നായി തോമ അവിടെ മരിക്കുകയും അദ്ദേഹത്തിന്റെ മൃതശരീരം അവിടെ കബറടക്കുകയും ചെയ്തു. ഈ ക്നായി തോമായുടെ കബറിടത്തിലേക്ക് ക്നാനായക്കാര് പതിവായി തീർത്ഥാടനം നടത്തുമായിരുന്നു. പിൽക്കാലത്ത് ഈ തോമായുടെ കബറിടം എന്നുള്ളത് പിന്നീട് അത് തോമാസ് ലീഹായുടെ കബറിടമായി. എങ്ങനെ മുളന്തുരുത്തി പള്ളി ക്നായി തോമായുടെ പള്ളി തോമാസ് ലീഹായുടേതായോ അതുപോലെ മൈലാപ്പൂരിലെ ക്നായി തോമായുടെ കബറിടവും തോമാസ് ലീഹയുടെ കബറിടമാക്കി മാറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സത്യത്തിൽ തോമാസ് ലീഹ ഇന്ത്യയിൽ വന്നു എന്നുള്ളത് പരക്കെ അംഗീകരിക്കപ്പെടുന്നത്. അപ്പൊ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്നത്തെ രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ ഇന്ത്യ അല്ല, ജിയോഗ്രഫിക്കലി ഇന്നത്തെ നിർവചനമല്ല. ഞാൻ പറഞ്ഞു അന്ന് ഈ ബഹ്റൈൻ പോലും ഇന്ത്യ എന്നാണ് പരാമർശിക്കപ്പെടുന്നത്. സത്യത്തിൽ ഈ തോമാസ് ലീഹായെ വധിച്ചത് ആരാണ്? ഈ തമിഴന്മാര്, നമ്മുടെ ഈ കൊളോക്കിയലി പറഞ്ഞ പാണ്ടിക്കാര്, അവര് കൊന്നു എന്നാ പറയുന്നത്. ഈ തോമാസ് ലീഹായെ ഒരിക്കലും ഒരു ഭാരതീയനും വധിക്കില്ല. അല്ലെങ്കിൽ പ്രത്യേകിച്ച് തമിഴരിപ്പോ ഒരു സിനിമയിൽ ഒരു ഹീറോയിസം കാണിക്കുന്നതിനെ പോലും അയ്യോ എന്ന് പറഞ്ഞ് വണങ്ങുന്ന ഇന്നത്തെ കാലത്ത് സിനിമയിൽ ഒരു ജിമ്മിക്ക് കാണിച്ചാൽ ഇപ്പോ MGR അല്ലെങ്കിൽ ഈ രജനീകാന്തോ അല്ലെങ്കിൽ വിജയോ ഒക്കെ കാണിക്കുന്ന അവരൊക്കെ കാണുമ്പോൾ ഈ അടുത്തായിട്ട് വിജയുടെ 2025 സിനിമാ നടൻ വിജയുടെ ഒരു മീറ്റിംഗിൽ അവിടെ ചവിട്ടുകൊണ്ടാണ് 40 പേര് ചത്തു. അപ്പൊ അത്രമാത്രം ആരാധനാ മനോഭാവമുള്ളവരാണ്. അപ്പോഴാണ്
ഇത്രയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഒക്കെ ചെയ്യുന്ന തോമസ് ലീഹായെ പോലെയുള്ള ഒരു സ്വാത്വികനെ തമിഴന്മാർ വധിച്ചു എന്നൊക്കെയുള്ള കെട്ടുകഥ തമിഴന്മാരും അതെല്ലാം കേൾക്കുകയാണ്. അപ്പൊ ഒരിക്കലും അവരോ അവരുടെ പൂർവികരോ അങ്ങനെയൊന്നും ചെയ്യില്ല. അങ്ങനെയുള്ള ഒരു സിദ്ധിയുള്ള ഒരു യോഗി വര്യനെ കണ്ടാൽ അവരെ പൂജിക്കുകയുള്ളൂ, വല്ല പഴോ പാലോ ഒക്കെ കൊണ്ട് കൊടുക്കുകയും വണങ്ങുകയൊക്കെ ചെയ്യും. അപ്പൊ അതല്ല. എന്നാൽ ശരിക്കും തോമസ് ലീഹ കൊല്ലപ്പെട്ടു. ആരാണ് തോമസ് ലീഹായെ കൊന്നത്? ആക്സ് ഓഫ് തോമസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ തോമസ് ലീഹായെ വധിച്ച രാജാവിന്റെ പേര് മസ്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാറ് കമ്പനിയുണ്ട്, വാഹന നിർമ്മാതാക്കളുണ്ട്, ആ പേരാണ് മസ്തയാണ് തോമസ് ലീഹായെ വധിച്ചതെന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. അതൊരു പേർഷ്യൻ നെയിമാണ്. ഒരു പേർഷ്യൻ രാജാവാണ്. ഈ പേർഷ്യൻ രാജാവിന്റെ അധികാര ഭരണസീമാ പരിധിക്കുള്ളിൽ വരുന്ന സ്ഥലമാണ് ബഹ്റൈൻ. ഇന്നത്തെ ബഹ്റൈൻ. അവിടെയാണ് തോമസ് ലീഹ ശരിക്കും രക്തസാക്ഷിത്വം വരിച്ചത്. അദ്ദേഹം അടക്കപ്പെട്ടത് അവിടെയാണ്. അവിടെ നിന്നാണ് AD 232 തന്റെ ഭൗതിക തിരിശേഷിപ്പുകളെ എഡേസയിലേക്ക് കൊണ്ടുപോയത്. കാരണം സിൽക്ക് റൂട്ടിൽപ്പെട്ട ഒരു സ്ഥലമാണ് എഡേസ. അതുപോലെ തന്നെ സമുദ്ര പാതയിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ബഹ്റൈൻ. അതുകൊണ്ട് ഇത് വളരെ പോസിബിൾ ആണ്. ആ യാത്രാപഥങ്ങളിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങളാണ് ഇത് രണ്ടും. അപ്പൊ അതുകൊണ്ട് വളരെ ശക്തമായ സുറിയാനി ക്രിസ്ത്യാനികളുടെ ഒരു കേന്ദ്രമായിരുന്നു ബഹ്റൈനിൽ പിൽക്കാലത്ത് ധാരാളം സുറിയാനി ക്രിസ്ത്യാനികൾ ഉണ്ടാകുകയും സുറിയാനി ക്രിസ്ത്യാനികളുടെ വലിയൊരു കേന്ദ്രവുമായിരുന്നു. അപ്പം അവിടെയാണ് അദ്ദേഹം വധിക്കപ്പെട്ടത് എന്നുള്ള ഒരു വാദത്തിന് വളരെയധികം സാധുതയുണ്ട്. എന്നാൽ ഈ ഇവിടെ വന്ന് വധിക്കപ്പെട്ടു എന്നുള്ളതിനകത്ത് സാധുതയില്ല, അതൊരു കഥ മാത്രമായിട്ട് അവശേഷിക്കുകയാണ്. കാരണം രണ്ട് തോമ ഒരുപോലെ വരുമ്പോൾ ഇത് മാറാൻ, ഇപ്പൊ 4-ാം നൂറ്റാണ്ടിൽ കനായി തോമൻ വന്നപ്പോൾ അദ്ദേഹം ഒരു വലിയ പ്രഭുവിനെ പോലെയാണ് ജീവിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കബറിടം ഉണ്ടായ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇതാ തോമായുടെ കബറിടം. അപ്പൊ അങ്ങനെ വരുന്നതിനെ ഹിസ്റ്റോറിയൻസ് വിളിക്കുന്ന ഐഡന്റിറ്റി റിപ്ലേസ്മെന്റ് എന്നാണ്. ഈ ഐഡന്റിറ്റി റിപ്ലേസ്മെന്റ് ഇദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ പലയിടത്തും ഇത് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ എക്സാമ്പിൾസ് എടുക്കാനാണെങ്കിൽ 100 കണക്കിന് എക്സാമ്പിൾസ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഒരു ഐഡന്റിറ്റിയുടെ ഒരു റിപ്ലേസ്മെന്റ് സംഭവിച്ചിരിക്കാനുള്ള സാധ്യതയാണ്. അപ്പൊ ഐഡന്റിറ്റി റിപ്ലേസ്മെന്റ് ഹാസ് ഹാപ്പൻഡ് ഇൻ ദ കേസ് ഓഫ് കനായി തോമ. അദ്ദേഹത്തിന്റെ കബറിടമാണ് പേര് മാറിപ്പോ ഈ അടുത്ത കാലത്ത് മാർത്തോമക്കാരുടെ ഇടയിൽ നിന്നൊരു വാദിപ്പം ഇന്ത്യൻ ഓർത്തഡോക്സുകാര് ഏതോ ഒരു കബറിടത്തിന് അത് 2-ാം മാർത്തോമയുടെ ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് അല്ല എന്ന് പറഞ്ഞ ചില ആളുകൾ വന്നിട്ടുണ്ട്. അപ്പൊ പലപ്പോഴും നമുക്ക് അങ്ങനെ സംഭവിക്കാം. പുരാതനമായിട്ടുള്ളത് കാണുമ്പോൾ ഇത് ഇന്നയാളുടെ കബറിടമാണ് എന്നൊക്കെ അങ്ങനെ നെയിം ചെയ്യാൻ. അപ്പൊ അന്ന് ഡിമാൻഡുള്ള ആളുടെ പേര് അപ്പൊ അങ്ങനെ നെയിം ചെയ്ത് വന്നതാണ്. സത്യത്തിൽ തമിഴ്നാട്ടിൽ മസ്തായി എന്ന് പറഞ്ഞൊരു രാജാവൊന്നും ഭരിച്ചിട്ടില്ല. അങ്ങനെ ഭരിക്കാനുള്ള സാധ്യത തുലോ വിരളമാണെന്നല്ല, അത് അസംഭാവ്യമാണ്. അതൊരു യുവസ് എ പേർഷ്യൻ കിങ്. അപ്പൊ തോമസ് ലീഹ വധിക്കപ്പെട്ടത് അറേബ്യൻ പ്രദേശത്ത് അധികാരം സ്ഥാപിച്ച പേർഷ്യൻ രാജാവിനാൽ വധിക്കപ്പെടുകയാണ് ചെയ്തത്. അതാണ് യാഥാർത്ഥ്യം. ഇവിടുന്ന് പിന്നീട് ഈ ഇദ്ദേഹത്തിന്റെ തിരിശേഷിപ്പുകൾ എഡേസയിൽ കൊണ്ടുപോവുകയും എഡേസയിൽ നിന്ന് പിന്നീട് അത് ഈ അവിടെ ഇരിക്കുന്നത് സുരക്ഷിതമല്ല എന്നുകൊണ്ട് ഗ്രീസിലേക്ക് മാറ്റി. ഗ്രീക്കുകാരുടെ ഒരു ഇപ്പം ഈ ബഹ്റൈൻ അടങ്ങുന്ന ആ ഒരു പ്രദേശത്തെ അന്ന് അറിയപ്പെടുന്ന ബേത് ഖത്രയ. അപ്പൊ ഈ ബേത് ഖത്രയ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ബഹ്റൈനെ സ്പെസിഫിക്കലി അന്ന് ടാലോസ് എന്നും അരാഡോസ് എന്നുമാണ് അറിയപ്പെട്ടത്. അപ്പൊ ഈ ടാലോസിൽ വെച്ചാണ് ഇദ്ദേഹം രക്തസാക്ഷിത്വം വരിക്കുന്നത്. പിന്നീട് ഇദ്ദേഹത്തിന്റെ AD 394 അതായത് 232 ഈ ഭൗതിക തിരിശേഷിപ്പുകൾ എഡേസയിൽ ചെല്ലുന്നെങ്കിലും 394 ഓഗസ്റ്റ് മാസം 22-ാം തീയതി തോമസ് ലീഹായുടെ ഭൗതിക തിരിശേഷിപ്പുകളെ പുതിയ പള്ളി സ്ഥാപിച്ച്, അതാണ് സെയിന്റ് തോമസ് ഷ്രിൻ ഓഫ് എഡേസ എന്ന് പറയുന്നത്. AD 394 വലിയ ഉത്സവം അവിടെ ഉണ്ടായത്. പിന്നീട് 1144 ചിയോസ് എന്ന് പറയുന്ന ഗ്രീക്ക് ദ്വീപിലേക്ക് ഈ ഭൗതിക തിരിശേഷിപ്പുകൾ മാറ്റി. പിന്നീട് കത്തോലിക്ക റൈഡേഴ്സ്, ഈ ടൂം റൈഡേഴ്സ് എന്ന് പറയുന്നതിന് കൂടുതലും കത്തോലിക്കരാണ്. റോമിലെ കത്തോലിക്കര് ഈസ്റ്റിൽ വന്ന് റെയ്ഡ് നടത്തി. ടൂം റൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഹോളിവുഡ് മൂവിയൊക്കെ ഉണ്ട്. ടൂം റൈഡർ എന്ന് പറഞ്ഞാൽ ശവക്കല്ലറകളിൽ അന്വേഷണം നടത്തുന്ന, റെയ്ഡ് നടത്തുന്നവർ. പഴയ കാലത്തൊക്കെ ഈ ധനികരായ ആളുകളെ, പ്രഭുക്കന്മാരെയൊക്കെ അടക്കുമ്പോൾ അവരുടെ പ്രഷ്യസ് ആയിട്ടുള്ള പേഴ്സണൽ ബിലോങ്ങിങ്സ് എല്ലാം അവരോട് കൂടെ ഈ കല്ലറകളിൽ അടക്കും. ഗ്രന്ഥങ്ങൾ കാണും,
രത്നങ്ങൾ കാണും, തൈലങ്ങൾ കാണും, പെർഫ്യൂംസ്, അതുപോലെ ആഭരണങ്ങൾ, വിലയേറിയ വസ്ത്രങ്ങൾ, ഇതെല്ലാം എന്ത് ചെയ്യും? അവരോട് കൂടെ അടക്കും. അപ്പൊ കോടിക്കണക്കിന് രൂപ വില വരുന്ന, മതിപ്പ് വരുന്ന സംഗതികളാണ് ഈ കബറിനകത്ത് ഇരിക്കുന്നത്. എന്നിട്ട് ഈ കബറുകൾ എന്ന് പറഞ്ഞാൽ വളരെ ഭദ്രമായിട്ടുള്ള കബറുകളാണ്. അപ്പം ഈ പ്രത്യേകിച്ച് ഇന്നത്തെ ഈ പിരമിഡ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ കബറിടങ്ങളാണ്. എന്നിട്ട് അവര് ഓമൻസ് വെച്ച് അതിനെ സീൽ ചെയ്യും. ഓമൻ എന്ന് പറഞ്ഞാൽ ഈ ഭൂതപ്രേതാദികൾ കൊടിയ മന്ത്രവാദങ്ങളൊക്കെ ചെയ്ത് കർസ് വെക്കും, ശാപങ്ങൾ വെക്കും. അതായത് ഈ കല്ലറ ആരെങ്കിലും ബ്രേക്ക് ചെയ്താൽ അവർക്ക് ഇന്ന ശാപം വരും, പാമ്പ് കടിക്കും. പ്രത്യേകിച്ച് സ്വപ്നങ്ങളൊക്കെ അവിടെ കാണും, വിഷപ്പാമ്പുകൾ വിഹരിക്കുന്ന ഒരു സ്ഥലമായിട്ടും. അതുപോലെ മറ്റ് മാന്ത്രിക ശക്തികളാലൊക്കെ അതിനെ ബന്ധിക്കും. അപ്പൊ അതുകൊണ്ട് സാധാരണപ്പെട്ട ആളുകളൊന്നും അങ്ങോട്ട് പോകില്ല. അത് സുരക്ഷിതമായിട്ട് ആ തലമുറയിലും അടുത്ത തലമുറയിലും അതൊക്കെ വലിയ വിശ്വാസമായിട്ട്. എന്നാൽ ആധുനിക കാലത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ പല ആളുകളും ഇത്തരത്തിലുള്ള ടൂമ്പുകൾ റെയ്ഡ് ചെയ്യാൻ തുടങ്ങി. കാരണം അങ്ങനെ പലർക്കും വലിയ നിധികൾ, കോടിക്കണക്കിന് രൂപ വില വരുന്ന നിധികളൊക്കെ കണ്ടെടുത്തിട്ടുള്ളവരുണ്ട് ഈ ട്യൂബുകളിൽ നിന്ന്. ഫറവോന്റെ ശാപം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ തൂത്തൻഖാമന്റെ കല്ലറ, തൈമൂറിന്റെ തലയോട് എന്നൊക്കെയുള്ള നിങ്ങൾ ചുമ്മാ സെർച്ച് ചെയ്താൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് വായിക്കാം. ഈ തൂത്തൻഖാമന്റെ മമ്മി, അത് അമേരിക്കയിലേക്ക് കടത്താനുള്ള ശ്രമത്തിൽ ആ മമ്മി പോയിടത്തെല്ലാം ആളുകൾക്ക് മരണം സംഭവിച്ചു, വലിയ അനർത്ഥങ്ങൾ സംഭവിച്ചു. അതെടുത്ത ആളുകൾ പനി പിടിച്ച് മരിച്ചു, കൊതുകുത്തി മരിച്ചു, പാമ്പ് പിടിച്ച് മരിച്ചു. ഇങ്ങനെ സീക്വൻസസ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ആണ്. അവസാനം ഈ മമ്മിയെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചിട്ട് ഒരു ഷിപ്പിൽ കയറ്റിയെന്നും ആ ഷിപ്പാണ് ടൈറ്റാനിക് എന്നും ഒക്കെ ഈ സിദ്ധാന്തമുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കാം. അപ്പൊ ടൈറ്റാനിക്കിന്റെ അടിത്തട്ടിൽ ഈ ഫറവോന്റെ മമ്മി ഇരിപ്പുണ്ടായിരുന്നെന്നും അദ്ദേഹം അതിനു മുമ്പ് കൊന്നവരെക്കാൾ കൂടുതൽ ആളുകളെയും കൊണ്ട് കടലിനടിയിലോട്ട് പോയെന്നും ഒക്കെ ഒരു വാദമുണ്ട്. അപ്പൊ ഏതായാലും ആ മമ്മി, ഈ മന്ത്രവാദം ചെയ്ത മമ്മി അറ്റ്ലാന്റിക്കിന്റെ അടിത്തട്ടിൽ വിശ്രമിക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും ആരെങ്കിലും അതിനി പൊക്കിക്കൊണ്ട് വരുമോ, ഇനിയും ആളുകളുടെ മരണത്തിന് ഹേതുവാകുമോ എന്നൊന്നും അറിയത്തില്ല. ഈ അടുത്ത കാലത്ത് ടൈറ്റാനിക്കിന്റെ അവശിഷ്ടം കാണാൻ പോയ അപ്പനും മോനും കമ്പനി ഉടമ എല്ലാം കൂടെ പോയി, അവരുടെ ബോഡി പോലും കിട്ടിയില്ല. അതും ഫറവോൻ ഞെക്കിയതാണെന്ന് ചിലർ പറയുന്നുണ്ട്. എനിക്കറിയത്തില്ല, നിങ്ങൾ ഫറവോന്റെ ഞെക്ക് കൊള്ളായിരിക്കാൻ സൂക്ഷിക്കുക. അപ്പൊ ഈ കല്ലറകളില് ഇങ്ങനെ വലിയ സമ്പത്തുകൾ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുമായിരുന്നു. അങ്ങനെ ഈ ടൂം റൈഡേഴ്സ്, അപ്പൊ അതുപോലെ ഈ കല്ലറകളിൽ പെറുക്കി നടക്കുന്ന വെറും പെറുക്കി, കത്തോലിക്കർ എന്ന് പറഞ്ഞാൽ അവർ സ്വന്തമായിട്ടൊന്നുമില്ല, അവർക്ക് പാരമ്പര്യമില്ല. അവിടെ മുഴുവൻ വ്യഭിചാരവും ചീട്ടുകളെയും കള്ളുകുടിയും ചൂതാട്ടവും എല്ലാമായിരുന്നു ഈ റോമിൽ. അപ്പൊ അവരെ സംബന്ധിച്ച് ഈ ക്രിസ്തീയ പാരമ്പര്യമായിട്ട് എന്തെങ്കിലും പുസ്തകങ്ങളൊക്കെ കിട്ടാണ്. ഈ കിഴക്കൻ പ്രദേശത്ത് കുറെ പാവങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുകയും പുസ്തകം എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവിടുത്തെ പുസ്തകം മുഴുവൻ മോഷ്ടിച്ച് വില കൊടുത്ത് ഭീഷണിപ്പെടുത്തി പ്രലോഭനം കടം മേടിക്കുക, ബൈ ഓർ ബോറോ എന്നുള്ള ഒരു ഇതാണ്. ഒന്നുകിൽ വായ്പ മേടിക്കുക, അല്ലെങ്കിൽ വില കൊടുത്ത് മേടിക്കുക. പിന്നെയുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളയടിക്കുക. അപ്പൊ ഇത് മിക്കവാറും ആളുകൾ ഇത് കൊടുക്കത്തൊന്നുമില്ല. അന്നത്തെ കാലത്ത് പ്രിന്റിംഗ് ഇല്ലാത്തതുകൊണ്ട് പുസ്തകങ്ങൾക്ക് കോപ്പിയില്ല, ഒരെണ്ണേ കാണുകയുള്ളൂ. അത് വലിയ പ്രഷ്യസ് ആണ്. പിന്നെ ഒരു കോപ്പി എഴുതിക്കണേ അതിനേക്കാൾ ശ്രമമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പുസ്തകങ്ങളെല്ലാം അങ്ങനെയാണ് ഈ വത്തിക്കാൻ ലൈബ്രറി ഉണ്ടായിട്ടുള്ളത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പുരാതന ഗ്രന്ഥശേഖരം വത്തിക്കാനിലാണ്. അപ്പൊ നമ്മളിപ്പം അന്ന് അവർ ചെയ്തത് തെമ്മാടിത്തരം തെറ്റുമാണെന്ന് പറയുമെങ്കിലും അന്ന് അങ്ങനെ ചെയ്തത് നന്നായി. അതുകൊണ്ട് കുറച്ച് പുസ്തകം വത്തിക്കാനിലെങ്കിലും ഇരിപ്പുണ്ട്. നമ്മൾ ഇന്നത്തെ ഒരു വീക്ഷണകോണിൽ നമുക്ക് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാം, അത് കുഴപ്പമില്ല. പക്ഷേ അന്ന് നിങ്ങൾ ഓർക്കണം, സമാധാനപരമായി ജീവിച്ചിരുന്ന പ്രത്യേകിച്ച് കോൺസ്റ്റാന്റിനോപ്പിളിലൊക്കെ കത്തോലിക്ക സഭ ചെയ്തു കൂട്ടിയ അതിക്രമങ്ങൾ. കാരണം അന്നത്തെ ക്രിസ്തീയ ലോകത്തിന്റെ കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ, ഏറ്റവും ശോഭിതമായ ഹാഗിയ സോഫിയ പള്ളി. അന്ന് റോമില് ഓലമടൽ കൊണ്ട് ചെറിയൊരു ഷെഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. റോമിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ക്രിസ്തീയ സഭയ്ക്കില്ല. സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്ക ഒക്കെ പിന്നീടാണ് രൂപപ്പെടുന്നത്, 16-ാം നൂറ്റാണ്ടിലാണ് ഉണ്ടാക്കുന്നത്. പഴയ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കുഞ്ഞു പള്ളി പോലെ ഒരു സാധനമാണ്. ഒക്കെ നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ ചിത്രമൊക്കെ കാണാൻ പറ്റും. അപ്പോ അന്ന് ലോക ക്രിസ്ത്യാനിത്വത്തിന്റെ തലസ്ഥാനമായിട്ട് ഏറ്റവും ശില്പ സൗകുമാര്യത്തോടുകൂടെ പണിതുയർത്തിയിരിക്കുന്ന ഹാഗിയ സോഫിയ അടക്കമുള്ള കോൺസ്റ്റാന്റിനോപ്പിളിലെ ക്രിസ്തീയ കേന്ദ്രങ്ങളെ മുഴുവൻ തച്ച് തകർത്ത് അതിനെ മുഴുവൻ കൊള്ളയടിച്ചതും ഈ കത്തോലിക്കരാണ്, അല്ല മുസ്ലിങ്ങളല്ല അതിനെ തകർത്തത്. നമ്മൾ ഈ ക്രിസ്ത്യാനിറ്റിയെ തകർത്തത് മുസ്ലിങ്ങളാണ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ തിരിച്ചടിയിലും ഒക്കെയാണ് ക്രിസ്ത്യാനിത്വത്തിന് ക്ഷതം വന്നത്. പക്ഷെ ആദ്യം പൗരസ്ത്യ ക്രിസ്തീയ കേന്ദ്രങ്ങളെ ഉന്നം വെച്ച് അതിനെ തകർത്തത് കത്തോലിക്കരാണ്. ഇവിടെ നിന്ന് ഈ വിശുദ്ധരുടെ തിരുശേഷിപ്പുകള്, അസ്ഥികള്, വിശുദ്ധ വസ്തുക്കള്, ഗ്രന്ഥങ്ങള്, തൈലങ്ങള് ഇതെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോയത് ഈ കുരിശുദ്ധക്കാരാണ്. അങ്ങനെ തോമസ് ശ്ലീഹായുടെ കബറിടം എഡേസയിൽ നിന്ന് ഗ്രീക്ക് ദ്വീപിലേക്ക് മാറ്റിയെങ്കിൽ അവിടുന്ന് അതിനെ എടുത്ത് ഇറ്റലിക്ക് കൊണ്ടുപോയി. ഇന്ന് തോമസ് ശ്ലീഹായുടെ ഭൗതിക തിരുശേഷിപ്പുകളെല്ലാം ഇറ്റലിയിലാണുള്ളത്. ഇത് കത്തോലിക്കരെ എടുത്തുകൊണ്ട് പോയതാണ്. അതിന്റെ കാരണം അവർ പറയുന്നത് ഇവിടെ ഇരുന്ന സേഫ് അല്ല എന്നാണ്. എന്നാൽ അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പുകൾ ഈ മൈലാപ്പൂരിലല്ലായിരുന്നു ഉണ്ടായിരുന്നത്. AD 1258 ഇറ്റലിയിലെ ഓർട്ടോന എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, അത് സാൻ തോമാസോ ബെസിലിക്ക എന്ന് ആണ്. ഇപ്പൊ സാൻ തോമസ് ബെസിലിക്ക അവര് സാൻ എന്നാണ് പറയുന്നത്. ഇപ്പം
സ്പാനിഷ് ഭാഷയിലും സാൻ എന്നാണ് പറയുന്നത്. സാൻ തോം എന്ന് പറഞ്ഞാൽ സെയിന്റ് തോമസ് എന്നാണ്, സാൻ തോം എന്നാണ് പറയുന്നത്. സാൻ ആന്റോണിയ എന്ന് പറഞ്ഞാൽ സെയിന്റ് ആന്റോണിയ എന്നാണ്. സാൻ ഫ്രാൻസിസ്കോ എന്ന് പറഞ്ഞാൽ സെയിന്റ് ഫ്രാൻസിസ് എന്നാണ്. അതുകൊണ്ട് സാൻ ടോം കത്തീഡ്രലിലാണ് അത് അവസാനമായിട്ട് ഉള്ളത്. അപ്പൊ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ബത്കാത്രയയിൽ വെച്ച് മസ്ദ രാജാവിന്റെ നിർദ്ദേശം അനുസരിച്ച് തോമാസ് ലീഹ രക്തസാക്ഷിയാവുകയും അദ്ദേഹത്തിന്റെ തിരുശേഷി ഇപ്പോൾ 232 എഡേസയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇവിടെ വന്ന ക്നായ് തോമയുടെ കാര്യത്തിൽ ഒരു ഐഡന്റിറ്റി റിപ്ലേസ്മെന്റ് വരികയും ക്നായ് തോമയെ പിൽക്കാല ചരിത്രങ്ങളിലും പാട്ടുകളിലും തോമാസ് ലീഹയായി പറയുകയും അതിനു മുമ്പ് ഇവിടെ വന്ന ശരിയായ ശ്ലൈഹിക പാരമ്പര്യത്തിൽ ഇവിടെ സുവിശേഷം അറിയിച്ച ബർത്തലോമായി വിസ്മൃതനാവുകയും, ദ ഫോർഗോട്ടൻ സെയിന്റ് ഓർ ഫോർഗോട്ടൻ അപ്പോസ്റ്റൽ ഓഫ് ഇന്ത്യ, അദ്ദേഹം വിസ്മൃതനാവുകയും അദ്ദേഹത്തിന്റെ ചെയ്തികളും കൂടെ ആരുടെ മേൽ ആരോപിക്കപ്പെട്ടു? തോമാസ് ലീഹയുടെ മേൽ ആരോപിക്കപ്പെട്ടു. മലങ്കരയിൽ മശിഹായിൽ ഒരുപിടി ആളുകളെ ജനിപ്പിച്ച ബർത്തലോമായി ശ്ലീഹായുടെ പേര് പരിപൂർണമായി വിസ്മരിക്കപ്പെടുകയും മറിച്ച് കുറെ കൂടെ പേരും പെരുമയുള്ള അല്ലെങ്കിൽ പുതുതായിട്ട് വന്ന വെളുത്ത ചേട്ടന്മാരുടെ സ്ലീഹ തോമാസ് ലീഹ, അതുകൊണ്ട് ആ തോമാസ് ലീഹയുടെ പാരമ്പര്യമാണ് ഇവിടെ എന്ന് പറഞ്ഞു. എന്നാൽ ഈ കുടിയേറിയ ഈ ക്നാനായക്കാരും തങ്ങൾക്ക് ഇവിടെ 1-ാം നൂറ്റാണ്ട് മുതൽ വേരുകളുണ്ടെന്നും ഒക്കെ വരുത്താൻ ഈ കള്ളക്കഥ നല്ലതാണെന്ന് കണ്ട് അവരും അതിനെ സപ്പോർട്ട് ചെയ്തു. അതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഇവിടെ 1-ാം നൂറ്റാണ്ട് മുതൽ ഇവിടെ തോമാസ് ലീഹയുടെ ഒരു പാരമ്പര്യം നിലനിൽക്കുന്നു എന്നുള്ള കഥ തദ്ദേശ ക്രിസ്ത്യാനികളും പുതുതായിട്ട് വന്ന ക്രിസ്ത്യാനികളും കൂടെ ചേർന്ന് ആ കള്ളക്കഥയ്ക്ക് അങ്ങ് പ്രചാരം കൊടുത്തു. ഇങ്ങനെയാണ് ഈ കഥ ഉണ്ടായത്. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആധുനിക ചരിത്രകാരന്മാര് ഈ കാലഘട്ടത്തിൽ അതിനെ വിലയിരുത്തുകയും വിശകലനം ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിലെ പൊരുത്തക്കേടുകളും ചരിത്രപരമായ അബദ്ധങ്ങളും കൊണ്ട് അവർ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ മൊത്തം ക്രിസ്ത്യാനികൾക്ക് നാണക്കേടുമായി തോമാസ് ലീഹ ഏറിലും പോയി എന്നുള്ളതാണ്. ശരിക്കും 1-ാം നൂറ്റാണ്ട് മുതൽ ഇവിടെ ഒരു ക്രിസ്ത്യാനിത്വം ഉണ്ടായിരുന്നു, ക്രിസ്ത്യ പാരമ്പര്യം ഉണ്ടായിരുന്നു. അതിനെ ശരിയായ വിധത്തിൽ അർഹിക്കുന്ന അംഗീകാരം, ഡ്യൂ റെസ്പെക്ട് ആൻഡ് പ്രോപ്പർ അക്നോളജ്മെന്റ് വാസ് നെവർ ഗിവൺ ടു സെയിന്റ് ബർത്തലോമായി, the apostle of Jesus Christ who was sent to India. ഇന്ത്യയിലേക്ക് അയക്കപ്പെട്ട അപ്പോസ്തലനായ ബർത്തലോമായിക്ക് ശരിയായ വിധത്തിലുള്ള അംഗീകാരം നൽകാത്തത് കൊണ്ട് ഇപ്പം തോമാസ് ലീഹായും തോമാ ക്രിസ്ത്യാനികളും കൂടെ ഒന്നടങ്കം ചർച്ചകളിലൊക്കെ ഏറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. വി ആർ ഹെൽപ്ലെസ്. ശരിക്കും ഇവിടേക്ക് അയക്കപ്പെട്ട ആളെ നമ്മൾ വിസ്മരിച്ചു എന്നുള്ളതാണ്. അത് ഈ ക്നാനായക്കാരുടെ ആ പളവളപ്പും മിനുമിനുപ്പും പണക്കൊഴുപ്പും മടിശീലയുടെ ഗിലുക്കവും കനവും ഒക്കെ കണ്ട് മയങ്ങിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ക്നാനായക്കാരെ തന്നെ കുറ്റം പറ്റില്ല, അവർ തോമാ ക്രിസ്ത്യാനികളാണ്. അപ്പൊ സെയിന്റ് തോമസിന്റെ ആ പാരമ്പര്യം അവകാശപ്പെടാൻ പറ്റുന്നത് ഈ ക്നാനായക്കാർക്കാണ്. അവരുടെ ഒരു പാരമ്പര്യമാണ്. 2 തോമയുണ്ട് അവർക്ക്, ഇരട്ട ചങ്കെന്നൊക്കെ പറഞ്ഞാൽ 2 തോമയാണ്. പിന്നീട് വന്ന കൊല്ലം കുടിയേറ്റത്തിൽ വന്ന സുറിയാനിക്കാരും തോമാ ക്രിസ്ത്യാനികൾ തന്നെയാണ്. അപ്പൊ വീണ്ടും തോമസിന്റെ പാരമ്പര്യം വരികയാണ്. ഈ തോമസിന്റെ പാരമ്പര്യം ഈസ് ഇമ്പോർട്ടഡ്. ഞാൻ പറഞ്ഞു വന്നതാണ്, തോമസ് ട്രഡിഷൻ ഓഫ് കേരള ഈസ് നോട്ട് ഇൻഡിജീനിയസ് ട്രഡിഷൻ, ഇറ്റ് ഈസ് അൻ ഇമ്പോർട്ടഡ് ട്രഡിഷൻ. തോമായുടെ പാരമ്പര്യം നമുക്ക് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത പാരമ്പര്യമാണ്. കേരളത്തിലെ സെയിന്റ് തോമസ് ക്രിസ്ത്യൻസ് ഓഫ് കേരള എന്നുള്ളത് സത്യത്തിൽ സെയിന്റ് ബർത്തലോമിയൻ ക്രിസ്ത്യൻസ് ഓഫ് കേരള എന്നാണ് പറയേണ്ടത്. അദ്ദേഹമാണ് കേരളത്തിൽ വന്നത്. ഞാനപ്പോൾ അതിന് പുരാതനമായ തെളിവ് യൂസേബിയോസ് വരെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണിച്ചു. അതുപോലെ ആക്ട്സ് ഓഫ് തോമസിനകത്ത് തോമസ് ലീഹായെ കൊന്നത് മസ്ദായാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കലും ഒരു തമിഴന്റെ പേരൊന്നും അല്ല അവിടെ എഴുതിയിരിക്കുന്നത്. അയ്യനാർ തിരുവടികൾ കൊന്നിട്ടേ എന്നൊന്നും എഴുതിയിട്ടില്ല. അപ്പൊ അത് ബഹ്റൈനിൽ വെച്ചാണ് എന്നുള്ള വാദമാണ് നമുക്ക് ശരിക്കും അംഗീകാരയോഗ്യമായി തോന്നുന്നത്. വസ്തുതാപരമായി അതായിരിക്കണം ശരിയാകാൻ സാധ്യത. അപ്പോൾ കേരളത്തില് മലങ്കരയില് മശിഹായിൽ ജനിപ്പിച്ചത് ബർത്തലോമായി ആണ് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. അങ്ങനെയുള്ള ക്രിസ്ത്യാനികളുടെ ഇടയിലേക്ക് ക്നാനായ കുടിയേറ്റത്തിലൂടെ കുടിയേറിയ ഒരു നാമമാണ് തോമാസ് ലീഹായുടേത്. വിശാലമായ അർത്ഥത്തിൽ ഭാരതത്തിന്റെ അപ്പോസ്തലനും കാവൽ പിതാവും എന്ന് തോമാസ് ലീഹായെ വിളിക്കുന്നതിൽ തെറ്റില്ല. തോമാസ് ലീഹായുടെ ഇന്ത്യയുടെ കാവൽ പിതാവെന്ന് അംഗീകരിക്കുന്നതിലും അത്തരം പ്രാർത്ഥനകൾ നടത്തുന്നതിലും തെറ്റില്ല. പക്ഷെ അത് നമ്മൾ ഇന്നത്തെ പൊളിറ്റിക്കൽ ഇന്ത്യയോ അതിന്റെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷനോ ഒന്നും അല്ല എന്ന് വിശാലമായി മനസ്സിലാക്കിയാൽ തീരാനുള്ള പ്രശ്നമേ ഉള്ളൂ. കൃത്യമായും മലങ്കര ക്രിസ്ത്യാനികളെ മശിഹായിൽ ജനിപ്പിച്ചത് ബർത്തലോമായി ശ്ലീഹയാണ്. ആ ഒരു ബർത്തലോമിയൻ പാരമ്പര്യമാണ് ഇവിടെ ശരിക്കുമുള്ളത്. പക്ഷേ പിന്നീട് നമുക്ക് പല നേട്ടങ്ങൾക്ക് വേണ്ടി 1970 ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം തോമാ പാരമ്പര്യം എടുക്കാൻ തുടങ്ങി. അവരുടെ തുപ്പതേനിൽ പോലും തോമാസ് ലീഹ ഇല്ല. ഈ അടുത്ത കാലത്ത് ആണ് തുപ്പതേനിൽ ചേർത്ത് കഴിഞ്ഞതും അത് പന്ത്രത്തെ ഒരു പാട്ടൂസ കടക്കാരനാണ് ചേർത്തത്. അദ്ദേഹം 5-ാം തുപ്പതേനിൽ കൊണ്ടാണ് തോമാസ് ലീഹായെ ചേർത്തത് എന്നുള്ളതാണ്. അപ്പൊ തോമാസ് ലീഹായെ അങ്ങനെ പ്രോപ്പറായിട്ട് ഇവിടുത്തെ ലിറ്റർജിക്കൽ ട്രഡീഷനിലോ ഒന്നും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ പിന്നീട് കൂട്ടിച്ചേർത്താണ്. ഇപ്പോഴും കൂട്ടിച്ചേർക്കലുകൾ നടക്കുകയാണ്. കാക്കനാട്ട് ഇപ്പോഴും തകൃതിയായിട്ട് തോമാസ് ലീഹായുടെ സിംഹാസനത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിലമ്പൂർ തേക്കിൽ പണിയണോ മലേഷ്യൻ തേക്കിൽ പണിയണോ എന്നുള്ളതിന് തർക്കം ഉണ്ടായിരുന്നു. ഇപ്പം ഏതായാലും നിലമ്പൂർ തേക്ക് വെച്ച് തടിപ്പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പണി പൂർത്തിയാകുന്ന വിധത്തിൽ അതിന്റെ മുറയ്ക്ക്
ഞങ്ങൾ പത്രസമ്മേളനം വിളിച്ച് മാധ്യമപ്രവർത്തകരെയും ദൃശ്യമാധ്യമ പ്രവർത്തകരെയും ഒക്കെ വിളിച്ച് ഞങ്ങളത് എല്ലായിടത്തും പ്രസിദ്ധമാക്കും. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം പുലാത്തീനിൽ ഒരു കസേരയുണ്ട്, കോട്ടയത്ത് കഞ്ഞിക്കുഴിയിൽ ഇന്ത്യൻ ഓർത്തഡോക്സുകാരുടെ ഒരു കസേരയുണ്ട്, ബിലീവേഴ്സ് ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ച്, നമ്മുടെ ബിലീവേഴ്സ് ചർച്ച് തിരുവല്ലയിൽ, അവർക്ക് കസേര ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. അവർ ഒരെണ്ണം പണിയും നല്ലതാണ്, മെച്ചപ്പെട്ട ഒരെണ്ണം അവർ പണിത് വെക്കട്ടെ. പിന്നെയുള്ളത് മറ്റ് വിഭാഗങ്ങളാണ്. സെയിന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് എന്ന് പറഞ്ഞ് അവർക്കും സെയിന്റ് തോമസ് മാർത്തോമായെന്ന് പിരിഞ്ഞാണ്, അവർക്കും തോമസ് ലീഗയുടെ സിംഹാസനമുണ്ട്. സ്വതന്ത്ര മലബാർ സുറിയാനി സഭ ഉറപ്പായിട്ടും തോമസ് ലീഗയുടെ അല്ല പിന്നെ എന്ത് പാരമ്പര്യമാണ് അവർക്ക് പറയാനുള്ളത്? അവർക്കും അതേ ഉള്ളൂ പാരമ്പര്യം. അതുകൊണ്ട് ധാരാളം കസേരകൾ, 7 കസേരകൾ കേരളത്തിൽ തോമസ് ലീഗയ്ക്ക് ഇട്ടോണ്ടിരിപ്പുണ്ട്.